പീപ്പിൾ ബിഗ് ഇംപാക്ട്. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ സർക്കാർ ഇടപെടുന്നു. പുനരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് അതിനുള്ള സാധ്യതകൾ സർക്കാർ ആരാഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ചിനോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും വി എം സുധീരനും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ശ്രീനാരായണ ധർമ്മവേദി ജനറൽ സെക്രട്ടറി ബിജു രമേശ് പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ വെളിപ്പെടുത്തലുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഓപ്പൺ മൈൻഡോട് കൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ക്രൈംബ്രാഞ്ച് ഈ കാര്യം പരിശോധിക്കട്ടെ. പരിശോധിച്ച ശേഷം ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയും. ഒരു കേസിൽ പുനരന്വേഷണം വേണമെങ്കിൽ പുതിയ തെളിവുകൾ വേണമെന്നാണ് നിയമം. തെളിവുകളുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷവും അന്വേഷണം നടത്താനാകും. സ്വാമിയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ആവശ്യപ്പെട്ടു. ന്യായമായും ഒരാവശ്യമാണത്. അത് വളരെ അടിയന്തര സ്വഭാവത്തോടുകൂടി പരിഗണിക്കേണ്ടത് തന്നെയുമാണ്. കുടുംബാംഗങ്ങളുടെയും ജനങ്ങളുടെയും സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ടെന്നും സ്വാമിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും KPCC അധ്യക്ഷൻ VM സുധീരനും പറഞ്ഞു. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സത്യം പുറത്തു വരിക, അതിന്മേലുചിതമായ നടപടി ഉണ്ടാകുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ബിജു രമേശിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയുള്ളതിനാലാണ് പോസ്റ്റ്മോർട്ടത്തിന് താൻ നിർദ്ദേശം നൽകിയതെന്ന് അന്നത്തെ സോണൽ IG VR രാജീവൻ. പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന നിർദ്ദേശം അന്ന് സ്വാമിമാർക്കിടയിലും SNDP നേതാക്കൾക്കിടയിലും ഉയർന്നുവന്നുവെന്നും പക്ഷേ SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താൻ വ്യക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നുവെന്നും VR രാജീവൻ പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടായിരുന്നുവെന്ന സംഭവസ്ഥലത്തെത്തിയ SP റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാമി ശാശ്വതീകാനന്ദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന നിർദ്ദേശം നൽകിയതെന്ന് അന്നത്തെ സോണൽ IG VR രാജീവൻ പറയുന്നു. സ്വാമിമാർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒപ്പോസിഷൻ ഇതിനകത്ത് ഉണ്ടായതായി? അല്ല, അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം കൂടി പോസ്റ്റ്മോർട്ടം വേണ്ട, എല്ലാം തന്നെ മുങ്ങി മരിച്ചതാണ്, ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ SP-ക്ക് നിർദ്ദേശം കൊടുത്തു. അതൊന്നും പറഞ്ഞ പറ്റില്ല, പോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റുന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. സാറ് തന്നെയാണ് നിർദ്ദേശം കൊടുത്തതെന്ന്? ആ നിർദ്ദേശം കൊടുത്താണ്. സൗത്ത് സോൺ IG എന്ന നിലയിൽ എന്നോട് SP വർഗീസ് ജോർജ് അങ്ങണ്ടായിരുന്നു. വർഗീസ് ജോർജ് ഇങ്ങനെ ആൾക്കാരെല്ലാം പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, അതൊന്നുമില്ല, പോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റൂ. ഏത് എണ്ണാച്ചുകൊടുത്ത കേസിലും പോലീസിന്റെ സമീപനം അങ്ങനെയാണ്. സ്വാമി ശാശ്വതീകാനന്ദയുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ കഴിയില്ലെന്ന വിവരം അവിടെയുണ്ടായിരുന്ന സ്വാമിമാരോട് പറഞ്ഞത് താനാണെന്നും BR രാജീവൻ വ്യക്തമാക്കി. സ്വാമി സൂക്ഷ്മാനന്ദയുമായിട്ടാണോ സാറ് സംസാരിച്ച അങ്ങനെ ഒരു നിർദ്ദേശം? അല്ലല്ല, ഞാൻ സൂക്ഷ്മാനന്ദമായിട്ട് എനിക്ക് അറിയില്ല. 2001, 2002 ഉണ്ടായ കാര്യങ്ങൾ ഇപ്പൊ ചോദിച്ച ആരോടാണ് പലരും സംസാരിച്ചിട്ടുണ്ടെന്ന് അവിടെ ആരൊക്കെയാണെന്നുള്ള വിദ്യാസാഗർ ഉണ്ടായിരുന്നു, വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നിർദ്ദേശം കൊടുത്തത് എന്റെ SP-ക്ക് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ളത്. അതല്ല സാർ, അപ്പൊ അന്ന് പോലീസ് സർജൻ തന്നെ നടത്തണമെന്ന് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിരുന്നു? അതോ സാധാരണ MBBS ഡോക്ടർ തന്നെ? ഓർക്കുന്നില്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും. പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നിർദ്ദേശം, പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശാശ്വതീകാനന്ദയെ ദുബായിലെ ഹോട്ടലിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളി ശാരീരികമായി ആക്രമിച്ചതായി സ്വാമിയുടെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന S രവികുമാർ. തന്നോട് ഇക്കാര്യം സ്വാമി പറഞ്ഞിരുന്നതായും രവികുമാർ എന്ന വർക്കല വാവ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. ഫുജേറയിൽ നിന്ന് EM അഷ്റഫിന്റെ റിപ്പോർട്ടിലേക്ക്. തന്നെ തുഷാർ വെള്ളാപ്പള്ളി ദുബായിലെ ഹോട്ടൽ വെച്ച് ശാരീരികമായി ആക്രമിച്ചതായി സ്വാമി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് സ്വാമിയുടെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന വർക്കല വാവ എന്നറിയപ്പെടുന്ന S രവികുമാർ പറഞ്ഞു. ദുബൈയിൽ വന്ന് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സ്വാമി എന്നെ 2-3 പ്രാവശ്യം ബന്ധപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ സ്വാമി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ അവർ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ തുഷാറും ടീമും അങ്ങനെ നിന്നെ അങ്ങനെ ചെയ്യും, ഞാൻ ചെയ്യുന്നെല്ലാം പറഞ്ഞ് നീ എന്നെല്ലാം ഉള്ള രീതിയിൽ വിളിച്ച് അങ്ങനെ അവസാനം ശാശ്വതാനന്ദ സ്വാമി പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയി കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നിന്നെ ഞാൻ എടുത്തിരുത്തിയ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറ്റുമെന്നാണ്. അതെൻ്റെ അടുത്ത് പറഞ്ഞു. കടലിൽ നീന്തുന്ന സ്വാമി ഒരു പുഴയിൽ മുങ്ങി മരിച്ചുവെന്ന് ആരും വിശ്വസിക്കുകയില്ല. സ്വാമിയെ കൊന്നത് തന്നെയാണെന്ന് രവികുമാർ വെളിപ്പെടുത്തി. സ്വാമി എന്നെ കരയിൽ ഇരുത്തിയിട്ട് സ്വാമി ഇറങ്ങി നീന്തുമായിരുന്നു. അത്രയ്ക്ക് കടലിൽ നീന്താൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് പുഴയിൽ നീന്താൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും? ഇത് അപകടമാണ്, ഇത് കൊന്നതാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെ വെള്ളാപ്പള്ളിയുടെ ഒരു സഹോദരൻ അച്ചടിച്ച് പുറത്തുവിട്ട നോട്ടീസ് അടക്കം പല കാര്യങ്ങളും വരും നാളുകളിൽ പുറത്തു വരുമെന്നും S രവികുമാർ പറഞ്ഞു. ഫുജേറയിൽ നിന്നും EM അഷ്റഫ്.
പീപ്പിൾ എക്സ്ക്ലൂസീവ് ശാശ്വതീകാനന്ദയെ കൊന്നത് തന്നെയെന്ന് SNDP മുൻ ദേവസ്വം സെക്രട്ടറി കാവ്യാട്ടം മാധവൻകുട്ടി. രഹസ്യങ്ങൾ സാബുവിന് അറിയാമെന്നും ശാശ്വതീകാനന്ദയുടെ സന്തത സഹചാരിയായ മാധവൻകുട്ടി വെളിപ്പെടുത്തി. സാബു ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലെന്നും മാധവൻകുട്ടി പീപ്പിളിനോട് പറഞ്ഞു. SNDP യോഗത്തിന്റെ മുൻ ദേവസ്വം സെക്രട്ടറിയും ശാശ്വതീകാനന്ദയുടെ സന്തത സഹചാരിയുമാണ് കാവ്യാട് മാധവൻകുട്ടി. ശാശ്വതീകാനന്ദയുടെ മരണം കൊലപാതകമാണെന്നതിൽ സംശയമില്ലെന്ന് മാധവൻകുട്ടി പീപ്പിളിനോട് പറഞ്ഞു. മരണത്തിന്റെ ദുരൂഹത അറിയാവുന്ന സാബുവിനെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. സാബുവിനെ എനിക്ക് വലിയ പേടിയാണ് ഈ സാബുവിനെ എനിക്ക് കിട്ടുമെന്നുള്ളത്. സാബുവിനെ തട്ടിക്കളയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെള്ളാപ്പള്ളി ആൾ വെച്ച് തട്ടിക്കളയും നുണ പരിശോധന അത് കൊടുത്താൽ തത്ത പറയും പോലെ പറയും. കുതിച്ചൊഴുകുന്ന കല്ലാറിനെ മുറിച്ചു നീന്തുമായിരുന്ന ശാശ്വതീകാനന്ദ മുങ്ങി മരിക്കില്ലെന്ന് ഉറപ്പാണ്. മഴക്കാലത്ത് ഈ കര കവിഞ്ഞ് റോഡിൽ കൂടെ വെള്ളം ഒഴുകുന്ന സമയം നമുക്ക് പേടിയാണ്. വണ്ടിയും വെള്ളത്തിൽ കൂടെയാണ്. ആ സമയത്ത് സ്വാമി അവിടെ എങ്ങും ആളുപോലും കാണത്തില്ല, വീടും അടുത്തെങ്ങുമില്ല. അവിടെ ഇറങ്ങി ഈ വെള്ളത്തിൽ കൂടെ അപ്പുറത്ത് നീന്തി അങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ ഇത്രയും നീന്തലേ അറിയാവുന്നുള്ള എനിക്ക് പോലും പേടിയായി. വെള്ളാപ്പള്ളിക്ക് പകരം വിദ്യാസാഗറിനെയായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശാശ്വതീകാനന്ദ കണ്ടത്. സ്വാമിയെ മറിച്ചിട്ടിട്ടാണ് ഇതിനകത്ത് കയറിയത്. തട്ടിയിട്ടിട്ടാണ് സ്വാമിയെ അവഹേളിച്ചിട്ട് കയറിയത്. ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് പ്രഭാഷണങ്ങളും പുസ്തകങ്ങളുമായി SNDP അണികൾക്കിടയിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ് കാവ്യാട് മാധവൻകുട്ടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2014 JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ IV ശശിക്ക്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം നൽകിയത്. MT വാസുദേവൻ നായർ അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. നടൻ മധു, PV ഗംഗാധരൻ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി റാണി ജോർജ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ T രാജീവ്നാഥ് എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. മലയാളത്തിലെ എക്കാലത്തെ മികച്ച ഹിറ്റ് മേക്കറായ IV ശശി 150ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 2 തവണ മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡും 1 തവണ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള അവാർഡും 1 തവണ ജനപ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡും കരസ്ഥമാക്കി. 6 തവണ ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു. ഈ വർഷത്തെ ഫിലിം ഫെയറിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും IV ശശിക്കായിരുന്നു. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയർമാൻ KP ശർമ്മ ഒലി നേപ്പാൾ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രസിഡന്റ് രാംബരൺ യാദവ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രിക്കൊപ്പം 2 ഉപപ്രധാനമന്ത്രിമാരും 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രധാനമന്ത്രി ഗഡ്ഗ പ്രസാദ് ഓലി വ്യക്തമാക്കി. പുതിയ ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് 63-കാരനായ ഓലി. ശിവസേനയുടെ ഭീഷണിക്കും കരിയോയിൽ പ്രയോഗത്തിനും ശേഷം പാക് മുൻ മന്ത്രി മുഹമ്മദ് കസ്തൂരിയുടെ പുസ്തകം പ്രകാശനം മുംബൈയിൽ നടന്നു. മുംബൈയുടെ മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ ഒരു സംഘടനയെയും അനുവദിക്കില്ലെന്ന് കരിയോയിൽ പ്രയോഗത്തിനിരയായ കുൽക്കർണിയും ചില തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനാണ് പുസ്തകം രചിച്ചതെന്ന് പാക് മുൻ മന്ത്രിയും പ്രകാശന ചടങ്ങിൽ വ്യക്തമാക്കി. സംഘാടകന്റെ മുഖത്ത് കരിയോയിൽ ഒഴിച്ച ശിവസേന നടപടി ന്യായീകരിക്കാനാകാത്തതെന്ന് CPIM പ്രതികരിച്ചു. ബ്ലൂ ബ്ലാക്ക്മെയിൽ കേസ് പ്രതി ബിൻഡ്യാസ് തോമസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിച്ചു. കേസിൽ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വ്യവസായികളിൽ നിന്നും പണം വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബിൻഡ്യാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി. IPS ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കെതിരെയാണ് ബിൻഡ്യാസ് തോമസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിൽ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 10ഓളം വ്യവസായികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ച് പണം ആവശ്യപ്പെട്ടുവെന്ന് ചീഫ് ജസ്റ്റിസിന് നൽകിയ പരാതിയിൽ പറയുന്നു. പണം നൽകിയ വ്യവസായികളുടെയും ഇവരെ ഭീഷണിപ്പെടുത്തിയ IPS ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പേരുവിവരവും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ABC ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമ MD കുര്യന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ചു. ഒലിവ് ബിൽഡർ മത്തായി സാറിന്റെ കയ്യിൽ നിന്ന് ഏകദേശം 15 ലക്ഷം രൂപ വാങ്ങിയെന്നാണ്. ഈ സെയിം MD കുര്യൻ സ്വർണത്തിന്റെ കോയിൻ ഇവിടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് കൊടുത്തിരുന്നു. അന്നത് ഞാൻ നിശാന്തിനെ IPSനോട് റിപ്പോർട്ട് ചെയ്യുകയും അവരെല്ലാം പിന്നീട് ഇതെല്ലാം NC സന്തോഷ് 1.5 ലക്ഷം രൂപയാണ് റിലാക്ഷനോട് വാങ്ങിച്ചത്. ചീഫ് ജസ്റ്റിസിന് പുറമെ ഇന്റലിജൻസ് ADGPക്കും വിജിലൻസിനും ബിൻഡ്യാസ് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
സംഘപരിവാർ ഫാസിസത്തിനെതിരെ ഇടതുപക്ഷം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ന്യൂനപക്ഷം പിന്തുണ നൽകണമെന്ന് സമസ്ത IK വിഭാഗം. CPMന്റെ മതേതര നിലപാട് മാതൃകാപരമാണെന്നും സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ഫാസിസത്തിനെതിരായ ചെറുത്തുനിൽപ്പ് നടത്തുന്നവരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പരിഗണിക്കേണ്ടതെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ഫാസിസം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. ഇക്കാര്യത്തിൽ CPIMന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണം. കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ വെച്ച് പുലർത്തുന്ന ഇവിടെ സ്വീകരിക്കുന്ന മതേതര കാഴ്ചപ്പാട് അത് തീർച്ചയായും ആ തരത്തിലുള്ള പാർട്ടികളെ പോലും എല്ലാ അർത്ഥത്തിലും ഫാഷിസത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും അവർക്ക് എല്ലാവിധ പിന്തുണയും സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. സംഘപരിവാർ ഫാസിസത്തിനെതിരെ ഒരു കാലത്തും കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. രാജ്യത്തിന്റെ മതേതരത്വം ഇത്ര പവിത്രമായി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്തെ ഏറ്റവും പ്രബലമായ ഒരു കക്ഷി ഇപ്പൊ ഭരണത്തിന് പുറത്തു പോയെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും പാരമ്പര്യവും സ്ഥാനവും അംഗീകാരമുള്ള കുറെ കാലം രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവതരമായി മുഖം നോക്കാതെ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ച് രംഗത്ത് വരേണ്ടതാണ്. പക്ഷേ ആ തരത്തിൽ ഇപ്പോൾ ദേശീയ തലത്തിലായാലും കേരളത്തിലായിരുന്നാലും അത്ര ശക്തമായ നിലപാട് കോൺഗ്രസിന്റെ നേതാക്കൾ സ്വീകരിക്കുന്നില്ല എന്ന ന്യായമായും സംശയമുണ്ട്. വർഗീയ ധ്രുവീകരണം കേരളത്തിൽ നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. മതേതര കക്ഷികളാണ് ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നപരിഹാരത്തിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ LDF സംഘം ഗവർണറെ കണ്ടു. വിഷയത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് ഗവർണർ ഉറപ്പു നൽകിയതായി VS പറഞ്ഞു. കൂലി വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരും തോട്ടമുടമകളും ഒളിച്ചു കളിക്കുന്നതായും VS കുറ്റപ്പെടുത്തി. അതിനു വേണ്ടിയിട്ട് വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ദിവസം അസംബ്ലി വിളിച്ചുകൂട്ടി വിശദമായി ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം ഇതുവരെ മറുപടി തരാം ഉടനെ തന്നെ മറുപടി തരാം എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ മറുപടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗവർണർക്ക് ഈ സ്ഥിതിഗതികളെല്ലാം വിശദമായിട്ട് പറഞ്ഞത്. അദ്ദേഹം ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ കോൺടാക്ട് ചെയ്തിട്ട് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാ സംശയമുണ്ടോ? പത്തനംതിട്ട ജില്ലയിലെ സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ DCC ഓഫീസിൽ നടന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ നിന്നും മന്ത്രി അടൂർ പ്രകാശും പന്തളം സുധാകരനും അടക്കമുള്ള നേതാക്കൾ ഇറങ്ങിപ്പോയി. ഐ ഗ്രൂപ്പിന് പ്രാതിനിധ്യം നൽകുന്നില്ല എന്നാരോപിച്ചാണ് ഇറങ്ങിപ്പോയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതിന് പിന്നാലെ സീറ്റ് വിഭജനത്തിലെ ഗ്രൂപ്പ് തർക്കങ്ങളും തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. നേതാക്കളുടെ എതിർപ്പ് മറികടന്ന് മന്ത്രി CN ബാലകൃഷ്ണന്റെ മകൾ CB ഗീതയെ കോർപ്പറേഷനിൽ മത്സരിപ്പിക്കാൻ തീരുമാനമായി. അതിനിടെ അർഹതപ്പെട്ട 35% സീറ്റ് ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഖദറൂരി പ്രതിഷേധ പ്രകടനം നടത്തി. മികച്ച പോളിംഗ് രേഖപ്പെടുത്തി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. 10 ജില്ലകളിലെ 49 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 57% പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 6% പോളിംഗിലുണ്ടായ വർധന. കനത്ത സുരക്ഷാ ക്രമീകരണത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വീറും വാശിയും 1ാം ഘട്ട വോട്ടെടുപ്പിലും പ്രതിഫലിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ സജ്ജീകരണങ്ങളും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് വോട്ടെടുപ്പ് സുഗമമാക്കിയത്. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന ജമുയി ജില്ലയിൽ രാവിലെ 7 മുതൽ വൈകുന്നേരം 3 മണിവരെയും മറ്റിടങ്ങളിൽ 5 മണിവരെയും ആയിരുന്നു പോളിംഗ്. 2225 പ്രശ്നബാധിത ബൂത്തുകൾ ഉൾപ്പെടെ 12000 പോളിംഗ് ബൂത്തുകളിലായാണ് വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. ഫോട്ടോ പതിച്ച പോളിംഗ് സ്ലിപ്പ്, ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള വ്യോമ നിരീക്ഷണം, എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങളായിരുന്നു 1ാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രത്യേകത. മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മുഴുവൻ മണ്ഡലങ്ങളിലും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതെന്ന് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ഉമേഷ് സിൻഹ പറഞ്ഞു. The turnout for this phase has been very encouraging. While in the previous election it was about 50.85%. This time on and until now the information received is that it is 57%. 54.5% പുരുഷ വോട്ടർമാരും 59.5% സ്ത്രീ വോട്ടർമാരും വോട്ടവകാശം വിനിയോഗിച്ചു. സമസ്തിപൂർ ജില്ലയിൽ 60% എന്ന ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ 53% പേർ വോട്ട് ചെയ്ത നവാഡ ജില്ലയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ്. മാവോയിസ്റ്റുകൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല. 5 ഘട്ടങ്ങളിലായി നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ 16 നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA സഖ്യവും JDU, RJD, കോൺഗ്രസ് സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം. M. സന്തോഷ്, ദില്ലി.